ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ നിഷ കൃഷ്ണൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് സറണ്ടർ വർക്കാവുക എന്നതിനെ കുറിച്ചിട്ടാണ്. നമ്മൾ സറണ്ടർ എന്ന് വിചാരിച്ചാൽ ഗിവിങ് അപ്പ് ആണെന്ന് വിചാരിക്കും. അതായത് നമ്മൾ ദൈവത്തിനോട് സറണ്ടർ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഡ്രീംസും സറണ്ടർ ചെയ്ത് വെറുതെ ഇരിക്കാമെന്ന് വിചാരിക്കും. പക്ഷെ അതല്ല. നമ്മുടെ ഡ്രീംസ് നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഭയങ്ങൾ, നമ്മുടെ അങ്ങനെ ആ ഡ്രീംസ് കം ട്രൂ ആവാനുള്ള പല പോസിബിലിറ്റി ഉണ്ട്. അതായത് നമ്മുടെ ടൈം ലൈനിൽ ഒരിക്കലും നമ്മുടെ ഡ്രീം വരില്ല. കാരണം ദൈവം തീരുമാനിക്കുമ്പോഴാണ് അത് വരുന്നത്. സോ നമുക്ക് ഒരുപാട് ഫിയേഴ്സ് ഉണ്ടായിരിക്കും. അതിങ്ങനെ നടക്കില്ലേ, അത് അത് എൻ്റെ വെറും തോന്നലാണോ, ഇത്രയും വലിയ ഡ്രീംസ് ഒന്നും ഫുൾഫിൽ ആവില്ല, അങ്ങനെ പല തോട്ട്സും വരും. ആ തോട്ടിനെയൊക്കെ ഇല്ലാതാക്കി നമ്മൾ ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള മൈൻഡോട് കൂടിയിട്ട് ജീവിക്കുന്നതിനാണ് സറണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഡ്രീംസിനെയല്ല ഗീവ് അപ്പ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഫിയേഴ്സിനെ, ആ ഡ്രീം ഫുൾഫിൽ ആവാനുള്ള തടസ്സങ്ങളെയാണ് സറണ്ടർ ചെയ്യേണ്ടത്. സോ പ്രാക്ടീസ് സറണ്ടർ ദിസ് വേ.